എല്ലാ കൂട്ടുകാർക്കും അലീസ് വേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ വന്നൊരു വെറൈറ്റി പക്കാവടയാണ്. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇപ്പം ഞാൻ ഒരു കപ്പ് കടലമാവും അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായത് ഒരു ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ട് അരിയുന്നില്ല, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് അരിമോദകം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒരു നുള്ളി ജീരകം, നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായത് മുളകാണ്. ഇത് കാശ്മീരി മുളക് കൂടി കേട്ടോ, കാരണം ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇടാവുന്നതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കി വന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിലോട്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിരുന്ന കായവാട്ടോ. നമുക്കിനി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് ഇത് ഓരോ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ചെറുതായിട്ടല്ല കേട്ടോ ഇടുന്നത്, കാരണം ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലുതാക്കി ഇടുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ കായം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. കായം ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് ഞാൻ കായം ചേർത്തേക്കുന്നത്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാവേ. ഇത് നമ്മുടെ ലാസ്റ്റത്തെയാണ്. ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇനി തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒരു ചെറിയൊരു പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞാൽ പോലും ചിലതൊക്കെ വേവാതെ വരും. അതുകൊണ്ട് ഒന്നുകൂടെ മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ ക്രിസ്പി ആയിരിക്കും, കഴിക്കാനായാലും നല്ലൊരു ടേസ്റ്റും കൂടി കാണും. ഇപ്പോൾ ചെറുതായിട്ടിട്ടാൽ പോലും ചില ഭാഗങ്ങൾ വേവാതെ കിടക്കും. അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് വലുതാക്കി ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്നും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് എണ്ണയിലെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചുട്ടതിനകത്ത് നമുക്കിനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മാത്രം മതി വേവിക്കാൻ. കാരണം ഇത് ഓൾറെഡി പാതി വെന്തതാണല്ലോ. മുറിച്ച ഭാഗം മാത്രം ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുക്കാം. സെക്കൻഡ് ട്രിപ്പായിട്ട് ഇതെല്ലാം ഇട്ടേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിത് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ എന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നല്ല സോസൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ അവസാനം ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ എണ്ണയ്ക്കത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നുന്നില്ലേ? അത്രയ്ക്ക് ടേസ്റ്റും കൂടെയാണ്, അതേപോലെ തന്നെ ക്രിസ്പിയുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.